നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിൻട്രേഡർ. MCXന്റെയും ഫോറക്സിന്റെയും ഗോൾഡിന്റെ ഇന്നത്തെ ട്രേഡ് നോക്കുകയാണെങ്കിൽ ഹ്യൂജ് റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. അതായത് നമുക്ക് മോർണിംഗ് ട്രേഡുകൾ സമയമില്ലാത്തവർക്ക് ഈസി ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ് MCXന്റെയും ഫോറക്സിന്റെയും. അപ്പോൾ ഫോറക്സിൽ സ്കാൽപ്പിംഗ് ആയിക്കോട്ടെ, ഇൻട്രാഡേ ആയിക്കോട്ടെ, ഗോൾഡിൽ നമുക്ക് ഈസി ആയിട്ട് പ്രോഫിറ്റ് നേടാം. അപ്പോൾ ഇന്നത്തെ ട്രേഡ് നോക്കുമ്പോൾ 2 ദിവസങ്ങളായിട്ട് ഗോൾഡ് ബൈ ട്രേഡ് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗോൾഡിന്റെ MCXന്റെ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് വന്ന ബൈസിക്കിൽ നമുക്ക് കിട്ടിയ 1768 പോയിന്റ് ആണ്. 3 ടാർഗറ്റ് മേടിച്ചിട്ട് ഇപ്പോഴും കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നല്ലൊരു ഹൈക്ക് മാർക്കറ്റിൽ കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഫോറക്സിന്റെ മാർക്കറ്റ് ആയിക്കോട്ടെ, ഫോറക്സിൽ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ട്രേഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഗോൾഡിന് 38 പോയിന്റോളം കയറി നിൽക്കുകയാണ്. സ്കാൽപ്പിംഗിൽ വന്ന മോർണിംഗിൽ ബൈ ട്രേഡ് 4.14 അതിൽ 3308 ബൈ പോയത് ഇപ്പോഴും കയറിക്കൊണ്ടിരിക്കുന്നു. അതിൽ നിന്ന് മാർക്കറ്റ് ചെറുതായിട്ട് ഇറങ്ങിയിട്ട് പിന്നെയും കയറുകയാണ് ചെയ്യുന്നത്. അപ്പം നല്ലൊരു കയറ്റം തന്നെയാണ്. 38 പോയിന്റ് കയറുന്നത്. ഇപ്പം 30 ടൈം ഫ്രെയിമിൽ നോക്കിയാൽ അറിയാം, ഇന്നലെ തൊട്ട് ബൈ തന്നെയാണ്. നമുക്ക് ഇന്നലെ മാർക്കറ്റ് ഇടയ്ക്കൊന്ന് ഇറങ്ങാൻ ശ്രമിച്ചെങ്കിലും നമുക്ക് അവിടെ സെല്ല് നടന്നിട്ടില്ല. ലാസ്റ്റ് വന്ന സിഗ്ലിൽ നിന്ന് 30 മിനിറ്റ്സിൽ കിട്ടിയത് അപ്രോക്സിമേറ്റ് 48 പോയിന്റ് ആണ്. നല്ലൊരു കയറ്റം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ഹ്യൂജ് ഹൈക്കാണ് പോയിരിക്കുന്നത്. ഇപ്പം 2 ദിവസം ഹോൾഡ് ചെയ്ത് വെച്ചതൊക്കെ നല്ല കയറ്റം കിട്ടിയിട്ടുണ്ട്. നല്ല റിട്ടേൺസ് തന്നെയായിരുന്നു. നോക്കിയായിട്ട് 48 പോയിന്റ് 1 അവർ അവിടെ കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. അത് സ്ട്രോങ് ബ്രേക്ക് ഔട്ട് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അവിടെ റെസിസ്റ്റൻസ് സ്ട്രോങ് ആയിട്ട് കട്ട് ചെയ്ത് കയറിയിട്ടുമുണ്ട്. അത് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സ്ട്രോങ് ബ്രേക്ക് ആണെന്ന്. അവിടെ നല്ല രീതിയിൽ ഹോൾഡ് ചെയ്ത് വെക്കാൻ സോഫ്റ്റ് അവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ റിട്ടേൺസ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ നമ്മുടെ സോഫ്റ്റ്വെയർ ലേറ്റസ്റ്റ് വെർഷനിൽ സാധിക്കുന്നുണ്ട്. ഇതിൽ വളരെ ഈസി ആയിട്ട് ട്രേഡ് ചെയ്യാൻ സ്ട്രാറ്റജിയാണ്. ഇതിനകത്ത് ഗ്രീൻ കളർ അപ്പാരമാണ് ബൈ, റെഡ് ആണ് സെല്ല്. അപ്പോൾ സെല്ല് ബൈ വരുന്ന സമയം നമുക്ക് അലേർട്ട് തരും. അതോടൊപ്പം ഡീറ്റെയിൽസ് നമുക്ക് മുകളിലും താഴെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് വന്ന ബൈസിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ആണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ടൈം, എൻട്രി പോയിന്റ് 3298 എടുക്കാൻ പറഞ്ഞു, ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. മോർണിംഗ് ചെറിയൊരു കയറ്റം ഉണ്ടെങ്കിൽ 1 അവർ ഇവിടെ കൺഫേം കാണിച്ചില്ല. പക്ഷേ ഷോർട്ട് ട്രേഡ് നമ്മൾ 5 മിനിറ്റ്സിൽ ഇവിടെ പിടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വന്ന ട്രേഡുകളാണ് 1 അവറിൽ കറക്റ്റായിട്ട് കൺഫർമേഷനും സ്ട്രോങ് ബ്രേക്ക്ഔട്ടും കാണിച്ചത്. സ്ട്രോങ് ബ്രേക്ക്ഔട്ടിൻ്റെ റെസിസ്റ്റൻസ് സ്ട്രോങ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ നല്ല രീതിയിൽ കയറിപ്പോയി 48 പോയിന്റുകൾ കയറി നിൽക്കുന്നു. ഇപ്പോൾ റീൻ്റെ നടക്കുന്നു. 1 അവറിൽ 1 മിനിറ്റ് നോക്കുകയാണെങ്കിൽ ചെറുതായിട്ട് സൈഡ് വേസ് കാണിക്കുന്നുണ്ട്. ഇവിടെ എക്സിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ 2 5ഉം 1ഉം ബിയറിഷിലേക്ക് മാറുമ്പോൾ വേണം എക്സിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഈ പോർഷൻ നമുക്ക് ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്ത് വെക്കാം. ഇവിടെ നമുക്ക് എക്സിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ കളർ ചേഞ്ച് കാണിച്ചു തരും, അല്ലെങ്കിൽ സൈഡ് വേസ് ആയിട്ട് നമുക്ക് ഇതേപോലെ ഈ ട്രെൻഡ് ഇവിടെ നമുക്ക് മാറുന്ന ചേഞ്ച് നോട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഈ ട്രെൻഡ് ലൈൻ, മാർക്കറ്റ് അപ് ഡൗൺ ലൈൻ, ഈ ലൈനിൽ നോക്കി നമുക്ക് എക്സിറ്റ് അടിക്കാം. അപ്പോൾ അല്ലാതെ തന്നെ നമുക്ക് എക്സ്ട്രാ കളറും അതേപോലെ മെസ്സേജ് അലേർട്ടും ഒക്കെ നമുക്ക് റിവേഴ്സ് പോകുന്ന സമയത്ത് പല രീതിയിൽ നമുക്ക് ഇൻഫർമേഷൻ തരും. ഇപ്പോൾ ഒരുപാട് ഡൗൺ ഉണ്ടെന്ന് എക്സിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ കണ്ടോ 1 മിനിറ്റിൽ ബിയറിഷിൽ. അപ്പോൾ നമുക്ക് 5 മിനിറ്റ്സിലും കൂടി ബിയറിഷിലേക്ക് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പോർഷൻ വേണം എക്സിറ്റ് അടിച്ചിട്ട് പിന്നെ ഒരു റിട്രേസ്മെന്റിന് തിരിച്ചു കയറും. ഇവിടെ കണ്ടോ, ഇവിടെ ചെറുതായിട്ടൊന്ന് ഇറങ്ങി തിരിച്ചു കയറി പിന്നെ ഇറങ്ങി. അപ്പോൾ ഇവിടെ വേണേ ഹോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് രണ്ടാമത് ഇവിടെ പിന്നെ എൻട്രി എടുക്കാം. അവിടെ സപ്പോർട്ട് സ്ട്രോങ് ആണെങ്കിൽ നല്ല ഹൈക്കാണെന്ന് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യും. ഇതേപോലെ തന്നെയാണ് MCX മാർക്കറ്റിലും. MCXന്റെയും ഇതേപോലെ തന്നെയാണ്. കഴിഞ്ഞ ദിവസം ബൈഡേൻ്റെ കണ്ടിന്യൂഷൻ പോകുമ്പോൾ ഗ്യാപ്പിൽ ഓപ്പൺ ആയതാണ്. അപ്പം നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ഹോൾഡ് ചെയ്ത് വെച്ചിറക്കിയ പ്രോഫിറ്റ് ഉള്ളൂ. പുതുതായിട്ട് പിന്നീട് കയറുമ്പോൾ എന്ന് അറിയണമെന്ന് റെസിസ്റ്റൻസ് കട്ട് ചെയ്യണം. ഇപ്പം ഇവിടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നാണ് എൻട്രി എടുത്ത്. അവിടെ നിന്ന് നല്ല റിട്ടേൺസ് കിട്ടണം. 1000 പോയിന്റിൽ കുറയാത്ത രീതിയിൽ മാർക്കറ്റ് കയറിയിട്ടുണ്ട്. നല്ല റിട്ടേൺസ് ആണ്. ഇപ്പം നോക്കുകയാണെങ്കിൽ ഇമ്മണിൽ ബിയറിഷാണ്. മാർക്കറ്റ് ചെറുതായിട്ട് ഇറങ്ങാൻ തുടങ്ങുന്നുണ്ട്. പക്ഷേ സെല്ലേക്ക് ആയിട്ടില്ല. സെല്ലേക്ക് ആദ്യം മുമ്പ് നമുക്ക് കളർ ചേഞ്ചോ അതേപോലെ താഴത്തെ സോണോ നമുക്ക് ചേഞ്ച് ചെയ്ത് തരും. താഴത്തെ ബാർ കളർ നമുക്ക് മാറി തരും. ഇന്നലെ തൊട്ട് നമുക്ക് അവിടെ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ബൈ ട്രേഡ് തന്നെയാണ്. അവിടെ സെല്ലിലേക്ക് മാറിയിട്ടില്ല. റെസിസ്റ്റൻസ് സ്ട്രോങ് ആയി കട്ട് ചെയ്തിട്ടുമുണ്ട്. നമുക്ക് ഇന്നലെ കട്ട് ചെയ്താണ്, അത് നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ലൈവ് സെക്ഷനിൽ, അതായത് എങ്ങനെ വർക്ക് ചെയ്യുന്ന ലൈവിൽ അറ്റൻഡ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ 5 കമ്മോഡിറ്റി മാർക്കറ്റിൽ 15 മിനിറ്റ്സ് ആണ് വെക്കേണ്ടത്. 5 സ്കാൽപ്പിംഗ് ആണ്. അതേപോലെ തന്നെ ഫോറക്സ് മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ഫോറക്സിൽ നമ്മൾ വെക്കേണ്ടത് 5 സ്കാൽപ്പിങ്ങും പിന്നെ 30 1 അവർ കൂടെ 1 അവർ 30 ആണ് നമ്മൾ കൂടുതൽ നോക്കേണ്ടത്. അപ്പോൾ 5 നമുക്കൊരു ട്രേഡ് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ അടുത്ത ട്രേഡ് റിട്രേസ്മെന്റ്. ഇപ്പോൾ ഇവിടെ ബൈ വന്നത് ഇവിടുന്ന് കയറി തിരിച്ച് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങാൻ നോക്കി ഇവിടെ വേണമെങ്കിൽ എക്സിറ്റ് തിരിച്ച് കയറുമ്പോൾ രണ്ടാമത് എൻട്രി എടുത്താലും മതി. ഇപ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് സ്ട്രോങ് ആണ്, നമുക്ക് മനസ്സിലാക്കാം സ്ട്രോങ് ബ്രേക്ക് ഔട്ട് ആണ്. താഴെ ഗ്രീൻ ആയ സ്ഥിതിക്ക് മാർക്കറ്റ് കണ്ടിന്യൂഷൻ ബൈ തന്നെയാണ്. നമുക്ക് ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്യും. ഓക്കെ, താങ്ക് യു.